ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്കായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 8 സ്ലൈസ് ബ്രെഡാട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ 4 സൈഡിലുമുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റാം. ഇപ്പോൾ ബ്രെഡിന്റെ 4 സൈഡും ഞാനൊന്ന് മുറിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ബ്രെഡിന്റെ സൈഡ് ഉണ്ടല്ലോ, അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്ത് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി 2 പീസ് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മുട്ട പിടിച്ചിരിക്കുന്ന വിധത്തിലും വേണോട്ടാ മുക്കിയെടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് പിടിപ്പിച്ചെടുക്കണം. ഇപ്പോ എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ബ്രെഡ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോഴേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടാ, അല്ലെങ്കിൽ ബ്രെഡ് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടാ. ഇപ്പോ നമ്മുടെ ബ്രെഡിന്റെ കളറൊക്കെ ഒന്ന് മാറി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാട്ടാ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാണ് കേട്ടാ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാബേജ് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു വെജിറ്റബിളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ. ഇപ്പോൾ ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ആട്ടാ. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത് മയോണൈസ് ആട്ടാ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ നടുഭാഗം ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു പോക്കറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.